ഹലോ കുട്ടീസ്. അപ്പോൾ ഇന്ന് 8 മണി വരെ ആയിരുന്നു ഡ്യൂട്ടി. ഇപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വിശന്ന് വളഞ്ഞാട്ടോ വന്നത്. അപ്പോൾ തിന്നാനായിട്ട് ചട്ടി തുറന്ന് നോക്കിയപ്പോഴും ചട്ടിയിലും ഒരു ശകലം മീൻകറി പോലും ഇല്ലായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി വല്ലതും തിന്നണമെങ്കിൽ ഉണ്ടാക്കി തന്നെ കഴിച്ചേ പറ്റൂ. അപ്പോൾ ഞാൻ നേരെ ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ. അപ്പോൾ അതൊക്കെ എടുത്ത് കറി വെക്കാണ്ട് വെച്ച്. ചിക്കൻ പ്രിപ്പറേഷനിലെ ഏറ്റവും മെയിൻ ആളാണല്ലോ ഈ സവാള. ഈ സവാള കഴിയുമ്പോൾ കണ്ണരിയായിരിക്കാൻ എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടെങ്കിൽ ആരെങ്കിലും പറഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. എൻ്റെ ചിക്കൻ റെസിപ്പിയിൽ കുറേ തെറ്റും കാര്യങ്ങളും കാണും കേട്ടോ. പിന്നെ ഒന്ന് ഓർക്കുമ്പോൾ ഞാൻ തന്നെയാണല്ലോ ഇതൊക്കെ കഴിക്കേണ്ടത്. നമ്മൾ വെക്കുന്നില്ല നമുക്ക് നല്ല സ്വാദിഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ എൻ്റെ സവാളയൊക്കെ ഒന്ന് വാട്ടാണ്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോഴേക്കും എൻ്റെ വയറ് വിശന്ന് വളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വയറ്റിനെ ഒന്ന് അടക്കി നിർത്താണ്ട് ഒരു പെപ്സി കൂടെ കുടിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ മസാല പരട്ടി ചിക്കൻ എടുത്ത് ചട്ടിക്കകത്തോട്ടാക്കിയിട്ട് നല്ലപോലെ അങ്ങ് ഇളക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ സമയം കൊണ്ട് മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ മാറ്റി വെക്കാന്ന് കരുതി കേട്ടോ. അമ്മ ഉണ്ടായിരുന്ന സമയത്ത് മുളകും മല്ലി ഇതേപോലെ ഉണക്കി പൊടിപ്പിക്കുകയായിരുന്നു കേട്ടോ ചെയ്യുന്നത്. അതുകൊണ്ട് വലിയ ക്ഷാമം ഇല്ലായിരുന്നു. ഇപ്പോൾ ഭയങ്കര ക്ഷാമമാണ് കേട്ടോ. അങ്ങനെ കുറേ നേരത്തെ കഷ്ടപ്പാടിനൊടുവിൽ നമ്മുടെ ചിക്കൻ കറി സെറ്റ് ആയിട്ടുണ്ടായിരുന്നേ. പിന്നെ ദോശയും കൂടെ അങ്ങ് ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു. വിശപ്പിന്റെ മൂർധന്യത്തിൽ ഞാൻ 4-5 ദോശ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള അതിൻ്റെ ചെറിയൊരു വീഡിയോ എന്ന് പറയുന്നത്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ടാറ്റാ ബൈ ബൈ, സീ യു.